കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം. സി ബ്ലോക്കിലെ AC ചില്ലിംഗ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. രോഗികളില്ലാത്ത ഭാഗത്താണ് തീ പടർന്നത്. ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. ലക്ഷ്മിപ്രിയ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലക്ഷ്മിപ്രിയ, ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 9:00 കൂടിയിട്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം തീ ആളുന്നത് കണ്ട, അതായത് ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർമാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇത് കണ്ട ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് മുകളിലേക്ക് ചെന്ന് അവിടെയുള്ള ഫയർ യൂണിറ്റുകൾ അടക്കം അല്ലെങ്കിൽ വെള്ളം അടക്കം ഒഴിച്ച് അത് തീ കെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുശേഷം തന്നെ വളരെ പെട്ടെന്ന് ഫയർഫോഴ്സിന് വിവരം അറിയിച്ച് അവർ പെട്ടെന്ന് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയായിരുന്നു. ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 9ാമത്തെ നിലയിലെ AC ചില്ലിംഗ് യൂണിറ്റിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് അവിടെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഒരു 9:00 കൂടി തന്നെ ഈ തീപിടുത്തം ഉണ്ടായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി PRO സെലിൻ അടക്കം പറയുന്നത് ഈ ഒരു സംഭവത്തിൽ ബൈസ്റ്റാൻഡർമാരുടെ അവരുടെ ഒരു സപ്പോർട്ട് വളരെ കൂടുതൽ, അതായത് ഈ ഒരു തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ചെറിയൊരു തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ള എത്ര നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും കൂടുതൽ ആളുകൾ, അതായത് MK രാഘവൻ MP, അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അടക്കമുള്ള ആളുകൾ ഏതാണ്ട് സ്ഥലത്തെത്തി ഇവിടെയുള്ള സ്ഥിതി എന്താണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഉടൻ തന്നെ 8ാം നിലയിലുള്ള, അതായത് പുക അടക്കം 8ാം നിലയിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഇവിടെയുള്ള രോഗികളെ 6ാമത്തെ നിലയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ പൂർണ്ണസ്ഥിതിയിലായിട്ടുണ്ട്. യാതൊരു വിധ ബുദ്ധിമുട്ടുകളുമില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല. ഈ ഒരു സംഭവ സമയത്ത് ആളുകൾ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ചെറിയൊരു തീപിടുത്തമായിരുന്നു, ഉടൻ തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ അതായത് എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിനുള്ള വ്യക്തത തേടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളടക്കം ഇപ്പോൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ലക്ഷ്മിപ്രിയ, ഇപ്പോൾ രോഗികളെയൊക്കെ തന്നെ സുരക്ഷിതമായി മാറ്റാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി നിഗമനത്തിലെത്തിയിട്ടില്ല അല്ലേ? ഇല്ല. ഇപ്പോൾ 9ാമത്തെ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അവിടെ ഈ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗികൾ അങ്ങോട്ട് എത്താത്ത ഭാഗമായിരുന്നു. ഏതായാലും ഈ പുക വരുന്നത് കണ്ട് 8ാമത്തെ നിലയിലെ രോഗികളെ 6ാമത്തെ നിലയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഫയർ യൂണിറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഞാൻ ചില്ലർ പ്ലാന്റ് എന്ന് പറയുന്നത് 9ാമത്തെ നിലയുടെ മേളിൽ ആണ് സ്ഥാപിച്ചേക്കുന്നത്, ടെറസിൽ. അങ്ങനെയല്ലേ, സ്വാഭാവികമായിട്ടും പിന്നെ തീപ്പൊരി വന്ന് വീണ് പെട്ടെന്ന് തെർമോക്കോൾ ആയതുകൊണ്ട് അതിനെ പൊതിഞ്ഞിരുന്നേ പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു. സേഫ്റ്റി മെഷേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ തന്നെ ഫയർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അതെപ്പോഴും പെട്ടെന്ന് തെർമോക്കോൾ ആയതുകൊണ്ട് ആ തീപ്പൊരി വീണ് പെട്ടെന്ന് തീ പിടിച്ചത് മാത്രമേ ഉള്ളൂ. ആ വെൽഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള തീപ്പൊരി എന്ന് അവർ പറഞ്ഞ കാര്യമായിട്ട് നാശനഷ്ടമില്ല. ആ പുതിയ യൂണിറ്റ് ഇപ്പോൾ അവരുണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ആ കവർ ചെയ്തിരുന്ന തെർമോക്കോള് 1-2 കത്തിയിട്ടുണ്ട്. യന്ത്രഭാഗങ്ങൾ, ആ സ്ഥാപിച്ച യന്ത്രഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ട്. അത് പുതിയ സ്ഥാപിക്കുന്നത് നിലവിലുള്ള ഫംഗ്ഷനിങ്ങിന് നിങ്ങൾക്കിപ്പോൾ കാണാം, ഹോസ്പിറ്റൽ നോർമൽ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. AC ചില്ലർ പ്ലാന്റ്, പുതിയ പ്ലാന്റ് വയ്ക്കുന്നതിനുള്ള വർക്കിൻ്റെ ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇല്ല, നിങ്ങൾ കണ്ടില്ലേ, എല്ലാം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്ത് പോകുന്നുണ്ട്. യാതൊരു പ്രശ്നവുമില്ല. രോഗികൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല. കാര്യം ഏറ്റവും ഇവിടെ സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫയർ കൺട്രോൾ ചെയ്യാൻ പറ്റിയതും. കോഴിക്കോട് ബേബി മെമ്മോറിയലുണ്ടായ തീപിടുത്തത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട്. കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
സി ബ്ലോക്കിലെ AC ചില്ലിംഗ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. രോഗികളില്ലാത്ത ഭാഗത്താണ് തീ പടർന്നത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തായിരുന്നു തീപിടുത്തം.